സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ജാപ്പനീസ് ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത അതായത് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നല്ലൊരു ജിഗ്ലി കേക്കാണ്. ഒരു ബൗൺസിങ് നേച്ചറൊക്കെ ഉള്ള ഒരു ജിഗ്ലി കേക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതൊരു യൂഷ്വൽ ചീസ് കേക്കിനെ പോലെ നോ ബേക്ക് കേക്ക് അല്ല. ഇതിനെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്, ബട്ട് വിത്തൗട്ട് ബേക്കിംഗ് പൗഡർ ഓർ ബേക്കിംഗ് സോഡ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അളവുകളൊക്കെ വളരെ കൃത്യമായിരിക്കണം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 7 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 കപ്പ് പാല്, 7 ടേബിൾ സ്പൂൺ ക്രീം ചീസ്, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ, 6 മുട്ടയുടെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്. ഇനി ഈ ബട്ടറും ചീസും പാലും കൂടിയിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ബാൻ-മാrie മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡബിൾ ബോയിലർ മെത്തേഡ്. ഇത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് മിക്സിംഗ് ബൗൾ വെച്ച് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ഈ ബാൻ-മാrie മെത്തേഡ് എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ നല്ലൊരു ഹെവി ബോട്ടം പാൻ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പതുക്കെ മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി എഗ് യോക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഇതിലേക്കിട്ട് ഓരോന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മൈദയും കോൺ സ്റ്റാർച്ചും ഒന്ന് നന്നായിട്ട് അരിച്ചിട്ട് കൊടുക്കണം. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അത് ബീറ്റർ ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം, എന്നാലേ നല്ല ക്രീം പോലെ വരുത്തുള്ളൂ. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പതഞ്ഞു തുടങ്ങുമ്പം സൈഡിൽ നിന്ന് ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. നേരത്തെ റെഡിയാക്കി വെച്ച മിക്സറിലോട്ട് ഇതിനെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കണം. അത് വളരെ സ്ലോലി വേണം ചെയ്യാൻ. എത്രയും ടൈം എടുത്ത് ചെയ്യുന്നോ അത്രയും നല്ലത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ബാറ്റർ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം. ഒന്നെങ്കിലും 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾ ബാറ്റർ അതിനകത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ 160-ലായെന്ന് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് ഓവൻ തെർമോമീറ്റർ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ പ്രീഹീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് കേക്ക് പാനിലേക്ക് മാറ്റാം. ഇതിൽ താഴെ മാത്രം ബട്ടർ പേപ്പർ ഇട്ടാൽ പോരാ, ചുറ്റിനും ഇതുപോലെ വെക്കണം. എന്നിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓവനിൽ വെക്കുന്നതിന് മുന്നേ ഈ കേക്ക് ട്രേയിൽ ഇങ്ങനെ ചൂടുവെള്ളം വെച്ച് ഫില്ല് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് വേണം കേക്ക് പാൻ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് 160 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ഓവൻ സെറ്റിങ്സും ഡിഫറെൻ്റ് ആണ്. വിത്തൗട്ട് ഫാൻ വെക്കണം. അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടം എലമെൻറ്റ്സും ഓൺ ആക്കണം.
ഇപ്പോൾ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് ബ്ലൂബെറീസും അതിൻ്റെ പുറത്ത് കുറച്ച് ഷുഗർ ടെസ്റ്റ് ഒക്കെ കോട്ട് ചെയ്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.